നമസ്കാരം. ഇന്നത്തെ മിണ്ടിയും പറഞ്ഞുമിലേക്ക് സ്വാഗതം. ഇന്നത്തെ മിണ്ടിയും പറഞ്ഞും ഞാൻ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച സ്ത്രീകളിൽ രണ്ടാമത്തെ സ്ഥാനമുള്ള വനിതയെ പറ്റിയാണ്. ഞാൻ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച സ്ത്രീകളിൽ മൂന്നാമത്തെ ആളായ PR ശ്യാമളയെ പറ്റി കഴിഞ്ഞ മിണ്ടിയും പറഞ്ഞുമിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച രണ്ടാമത്തെ വ്യക്തി മേരി റോയാണ്. പണ്ട്, അതായത് വളരെ പണ്ടല്ല, പക്ഷെ പണ്ട് ക്രിസ്ത്യൻ സമുദായത്തിലെ കുടുംബസ്വത്തിൽ ആൺമക്കൾക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. പെൺമക്കളെ സ്ത്രീധനം കൊടുത്ത് വിവാഹം ചെയ്തയച്ചാലും അവർ അവിവാഹിതരായി തുടർന്നാലും അവർക്ക് കുടുംബസ്വത്തിൽ അവകാശമുണ്ടായിരുന്നില്ല. അവരുടെ മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് പിതാവിൻ്റെ മരണശേഷം അവരെ തറവാട്ട് വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ അവരുടെ ആങ്ങളമാർക്ക് അധികാരമുണ്ടായിരുന്നു. മേരി റോയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. അവരുടെ തറവാട്ട് വീട്ടിൽ നിന്ന് അവരെ അവരുടെ സഹോദരനെ ഇറക്കി വിട്ടു. മേരി കോടതിയിൽ കേസ് കൊടുത്തു. കേസ് കുറേ നാൾ നീണ്ടു നിന്നു. സഭയും സമുദായവും മേരിക്ക് എതിരായിരുന്നു. കേസ് അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് മേരിക്കും ക്രിസ്ത്യൻ സമുദായത്തിലെ പെൺകുട്ടികൾക്കും അനുകൂലമായ വിധിയുണ്ടായി. അങ്ങനെയാണ് ക്രിസ്ത്യൻ സമുദായത്തിലെ പെൺകുട്ടികൾക്ക് അവരുടെ കുടുംബസ്വത്തിൽ അവകാശമുണ്ടായത്. ആ അവകാശം അവർക്ക് നേടിക്കൊടുത്തത് മേരി റോയാണ്. അതുകൊണ്ടാണ് ഞാൻ മേരിയെ കാണാനും സംസാരിക്കാനും ആഗ്രഹിച്ചത്. മേരി മാത്രമല്ല, ഞാൻ കാണാനും സംസാരിക്കാനും ആഗ്രഹിച്ച മറ്റു 2 വ്യക്തികളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ മേരിയെ പറ്റിയാണ് ഇന്നത്തെ മിണ്ടിയും പറഞ്ഞു. ഇതുകൂടാതെ ഒരു വ്യക്തി കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. ഞാൻ കാണാൻ ആഗ്രഹിച്ച ആ ആദ്യത്തെ വ്യക്തി ആരാണ്? നിങ്ങൾക്ക് ഊഹിക്കാമോ? ട്രൈ ചെയ്യൂ. അപ്പോൾ അതാണ് ഇന്നത്തെ മിണ്ടിയും പറഞ്ഞു. ഇനി ഞാൻ കാണാൻ ആഗ്രഹിച്ച ആ ആദ്യത്തെ വ്യക്തിയെ പറ്റി അടുത്ത പോസ്റ്റിൽ പറയാം. നന്ദി, നമസ്കാരം. താങ്ക് യു. സ്നേഹപൂർവ്വം, രശ്മി.